الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ സുഹൃത്തുക്കളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളും സുഹൃത്തുക്കളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പാപങ്ങളിൽ വിസകൽ മുഴുവനും അല്ലാഹു പുറത്തുമാപ്പാക്കി സജ്ജനങ്ങളിൽ ഉത്തമ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ കഴിയുന്ന മുഴുവൻ പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ പേർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, പരിശുദ്ധമായ ഹദീസിൽ കാണാം, അൽ ബദാദത്തു മിനൽ ഈമാൻ, ലാളിത്യ ജീവിതം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്. ലളിതമായ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നന്മകൾ, ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നൽകിയെങ്കിലും ആ അനുഗ്രഹങ്ങളിൽ ആഡംബരങ്ങളും ദൗത്യങ്ങളും തൊഴിലുകളും നടത്തുക എന്നുള്ളത് അത് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കാത്ത കാര്യമാണ്, വിലക്കിയ കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, വളരെ കഠിനമായി ചൂടാണ്. വളരെ വെള്ളങ്ങൾക്ക് പോലും അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന വൈദ്യുതി പോലും വളരെ പരിമിതമായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലൂടെ കടന്നുപോയി. എന്നിട്ട് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആ വുളൂവിന്റെ രൂപം കണ്ടപ്പോൾ, വെള്ളത്തിന്റെ ഉപയോഗം കണ്ടപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഅദ് ഇത് എന്താണ്, എന്ത് ദുർവ്യയമാണ്? സഅദ് റളിയല്ലാഹു തആല ധരിച്ചു വെച്ചിരുന്നത് വുളൂ ചെയ്യുമ്പോൾ ധാരാളം വെള്ളം ഉപയോഗിക്കാം, അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ധാരണയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, വുളൂവിലും ദുർവ്യയമുണ്ടോ? വുളൂ ചെയ്യുന്ന കാര്യത്തിലും അതിന്റെ വെള്ളത്തിന്റെ കാര്യത്തിലും ദുർവ്യയമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞു, വഇൻ കുൻത അലാ നഹ്രിൻ ജാർ, നീ ഒരു ഒഴുകുന്ന നദിയിൽ നിന്നാണ് നീ വുളൂ ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ അമിതം കാണിക്കാൻ പാടില്ല, ദുർവ്യയം കാണിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ഇബാദത്തിന്റെ വിഷയത്തിൽ പോലും കർമ്മങ്ങളുടെ വിഷയത്തിൽ പോലും ദുർവ്യയം പാടില്ല എന്ന് പഠിപ്പിച്ച ഏറ്റവും വലിയ പരിശുദ്ധമായ ഒരു സംസ്കാരമാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. ഞാനും നിങ്ങളും ഒക്കെ വുളൂ ചെയ്യുന്ന വെള്ളത്തിൽ ഒരു ടാങ്ക് കൊണ്ട്, ഒരു 500 ലിറ്റർ ടാങ്ക് കൊണ്ട് വെച്ചാൽ 2 ദിവസം കൊണ്ട് ഒരു 5 നേരത്തെ വുളൂ കൊണ്ട് നീങ്ങി അതിന് വീഴുന്ന വേസ്റ്റ് വെള്ളം അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന വെള്ളം 2 ദിവസം കൊണ്ട് 500 ലിറ്റർ ടാങ്ക് നീങ്ങി നിറയാൻ സാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കർശനമായി വിലക്കിയ കാര്യമാണ് ദുർവ്യയം ചെയ്യുക എന്നുള്ളത്. ആവശ്യത്തിന് വുളൂ ചെയ്യുക, ടാപ്പ് തുറക്കുക, നാം എല്ലാവരും പഠിച്ചിരിക്കുന്ന സംഗതിയാണ്. നമ്മൾ എന്ത് ചെയ്യും? ടാപ്പ് തുറന്നോ, കൈ കഴുകുന്നു, അതാ അങ്ങനെ തുറന്നു കിടക്കില്ല. പിന്നെ നമ്മൾ മുഖം കഴുകാൻ വേണ്ടി മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ആ ടാപ്പിലെ വെള്ളം ഇരുന്നുകൊണ്ടിരിക്കുക, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ കുളിക്കുന്ന സമയത്തും ഒരുപക്ഷെ ഷവറെല്ലാം തുറന്നു കിടക്കുകയായിരിക്കും, നാം സ്നാനം സോപ്പ് തേക്കുന്ന സമയമായിരിക്കും, പക്ഷേ വെള്ളം ഇങ്ങനെ നമ്മൾ ഇരുന്നുകൊണ്ടേയിരിക്കുക. എത്രമാത്രം, എത്ര തുള്ളി വെള്ളം, എത്ര ലിറ്റർ വെള്ളമായിരിക്കും ഒരു ദിവസത്തെ ഉപയോഗം കൊണ്ട്, വുളൂ കൊണ്ടും കുളി കൊണ്ടും ഒക്കെ നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുവോട് കൃത്യമായി മറുപടി പറയാൻ മതിയാവുകയുള്ളൂ. നമുക്ക് അദൃശ്യമാണ് ഒരു വിഷയത്തിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ദുർവ്യയം പാടില്ല എന്നാണ് വിശുദ്ധമായ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മോട് പഠിപ്പിച്ചത്. മാത്രമല്ല ചിലരൊക്കെ ധരിച്ചു വെച്ചാൽ നമ്മുടെ വീട്ടില് കറണ്ട് ഉണ്ട്, സ്വാഭാവികമായി മാസത്തിന് 2 മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് വരാറുണ്ട്. ഈ കറണ്ട് ബില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന 2 ദിവസം മുമ്പ് തന്നെ ഒരു ആശങ്ക ഉണ്ടാകും, കഴിഞ്ഞ വർഷം 1000 പോകുന്നു, എത്ര വരുമോ എന്തോ എന്നൊരു ഭയം, ഒരു ആശങ്ക നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ പൊതുമുതലുകൾ, ഹോസ്പിറ്റലാകട്ടെ, നമ്മുടെ സ്കൂളുകളാകട്ടെ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒക്കെ പൊതുമുതലുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളാകട്ടെ ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നാം ഇരിക്കുന്നിടത്ത് വേറെ ആരുമില്ല, നാം ഇരിക്കാൻ വേണ്ടി ഒരു ഫാൻ.
യഥാർത്ഥത്തിൽ ആ പൊതുമുതൽ ഒരു അമാനത്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളാണ് നാം ഓരോരുത്തരും. ആ ഫാൻ എന്ത് ചെയ്യും? ഒരുപക്ഷെ നാം ഓഫ് ചെയ്യാറില്ല. നമ്മുടെ പള്ളിയാണെങ്കിലും മറ്റേത് സ്ഥാപനമാണെങ്കിലും പൊതു സ്ഥാപനങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത നാം പറയപ്പെടുന്നുണ്ട്. അത് ഹോസ്പിറ്റലിൽ പോയാലും അവിടെ ഇരിക്കുന്ന ഫാൻ അത് വെറുതെ കിടന്ന് കറങ്ങിയാണെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഒരു മാനസികമായ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം വിശ്വാസിക്കുന്നു. പലപ്പോഴും പൊതുമുതലല്ലേ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന്, അത് ഉദ്യോഗസ്ഥരാണെങ്കിലും അല്ലാതെയും അങ്ങനെ തന്നെ. ചില റൂമുകളിലൊക്കെ ചെന്നപ്പോ ഡോക്ടർ കാണത്തില്ല റൂമിൽ, ചില ഡോക്ടേഴ്സിന്റെ റൂമിൽ എന്ത് കാണത്തില്ല, ഡോക്ടറോടെ കാണത്തില്ല, പക്ഷെ എന്ത് ചെയ്യും? ഫാൻ കറങ്ങാം. ചില അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? അവിടെ ഫാൻ കറങ്ങും, പക്ഷെ അധ്യാപകർ കാണില്ല. ഇങ്ങനെ പൊതു എല്ലാ രംഗങ്ങളിലും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഇത്തരത്തിലുള്ള പൊതുമുതലിന്റെ വിഷയത്തിലൊക്കെ നാം കൈകാര്യം ചെയ്യുന്നത്. കറണ്ട് ബില്ലിന്റെ വിഷയത്തിൽ വീട്ടിൽ നാം ഭയപ്പെടുന്നത് പോലെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓഫ് ചെയ്യും. അനാവശ്യമായി കിടക്കുന്ന ലൈറ്റുകൾ ഓഫ് ചെയ്യും, അനാവശ്യമായി കിടക്കുന്ന ഫാനുകൾ ഓഫ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു നഷ്ടമുണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതേ മാനസിക അവസ്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റവന്റെ പൊതുമുതലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവന്റെ ഈമാൻ പരിപൂർണമായി തീരുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന റിജാലൻ യതറഖസൂന ഫീ മാലില്ലാഹി ഫീ ബിഗൈരി ഹഖ്ഖിൻ ഫലഹും അന്നാറു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്മാരെ അവരെന്ത് ചെയ്യുന്നു? പൊതുമുതലിനെ ദുർവ്യയം ചെയ്യുന്നുണ്ട്. അനർഹമായ രീതിയിൽ മറ്റുള്ളവർ ഉപയോഗിക്കേണ്ട വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കേണ്ട പൊതുവായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് അനർഹമായ രീതിയിൽ മാലില്ല, അള്ളാഹുവിന്റെ സമ്പത്ത്, പള്ളി പോലത്തെ അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ, അങ്ങനെ അനർഹമായ രീതിയിൽ ദുർവ്യയം ചെയ്യുന്ന മനുഷ്യന്മാരെ നാളെ ഖിയാമത്ത് നാളിൽ അവർക്ക് നരകമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനർഹമായ രീതിയിൽ അള്ളാഹുവിന്റെ മുതലുകൾ, അള്ളാഹുവിന്റെ പൊതു ഇടങ്ങളിലെ സ്ഥലങ്ങൾ, അതുപോലെ കൈകാര്യ സാധനങ്ങൾ, ഇതൊക്കെ അനർഹമായ രീതിയിൽ ദുർവ്യയം ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് നരകമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ചൂടും അതുപോലെ തന്നെ അതിന് കഠിനമായ വെയിലും വെള്ളവും ഒക്കെ ഇല്ലാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ജലത്തിന്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി നാം ശ്രദ്ധിച്ച് ചെയ്യുകയും നമ്മുടെ വെള്ളങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും വൈദ്യുതി ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അത് ഈമാനിന്റെ ഭാഗം കൂടിയാണ് നാം മനസ്സിലാക്കണം. ഇന്നൽ മുബദ്ദിരീനകാനൂ ഇഖ്വാന ശയാത്തീൻ, ദുർത്തും ദുർവ്യയവും ചെയ്യുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ് നാം ശുദ്ധമായി ഖുർആൻ കൊണ്ട് പഠിപ്പിച്ചത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ജാഗ്രതയോടുകൂടി വളരെ ഈമാനിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധമായ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ നാടിനെയും ഒക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഖുദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.